ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മഴത്തുള്ളി ക്രിയേഷൻസ്. ശ്യാമയുടെ ബർത്ത്ഡേ ഫംഗ്ഷൻ കായലിൽ ഒരു ബോട്ടിൽ വെച്ച് നടത്താൻ ഗോപാലകൃഷ്ണൻ വിചാരിക്കുന്നുണ്ട്. എന്നാൽ ഗോപാലകൃഷ്ണൻ നേരത്തെ പറഞ്ഞു വെച്ചിരുന്ന ആ ബോട്ട് ഇനി വരില്ല. എന്നാൽ വിഷ്ണു ഒരാളെ കാണുന്നുണ്ട്. അയാളെ നേരത്തെ ഈ വിഷ്ണുവിന് പരിചയമുണ്ട്. ഒരു തരികിട സ്വാമിയായിട്ട് അയാൾ ഇപ്പോൾ വന്നിരിക്കുന്നു. പേര് ജഗദീഷ് എന്നാണ്. അയാൾ കായൽ റാണി എന്നൊരു ബോട്ട് ഏർപ്പാടാക്കി തരാമെന്ന് വിഷ്ണുവിനോടും ഗോപാലകൃഷ്ണനോടും പറയുന്നു. എന്നിട്ട് ഈ കായൽ റാണി ബോട്ടിന്റെ ഉടമസ്ഥന്റെ മകനോട് കാര്യങ്ങൾ പറയുകയാണ് ഈ ജഗദീഷ്. എങ്ങനെയെങ്കിലും അത് റെഡിയാക്കി കൊടുക്കണമെന്ന് അവരോട് പറയുന്നു. നമ്മുടെ കമ്പനിയുടെ പ്രൈവറ്റ് ആവശ്യങ്ങൾക്കുള്ള ഒരു ഹൗസ് ബോട്ടുണ്ട്. അത്ര വലിയ ആർഭാടമൊന്നുമില്ല, അത് മതിയോ? അങ്ങനെ ആ പയ്യൻ പറഞ്ഞപ്പോൾ ഈ ജഗദീഷ് എന്നാൾ പറയുന്നുണ്ട്, ഒരു 6-7 ആൾക്കാർക്ക് ഒരു ബർത്ത്ഡേ ആഘോഷിക്കാനുള്ള കുറച്ച് സ്ഥലം വേണം, അത്രേ ഉള്ളൂ. ബർത്ത്ഡേ ആഘോഷമൊക്കെ സെറ്റ് ചെയ്ത് കൊടുക്കാം, പക്ഷേ സ്റ്റാഫ്, അതാണ് പ്രശ്നം. അവർക്ക് ഓരോ ബോട്ടിൽ പോയിരിക്കുകയാണ് എന്നൊക്കെ അയാൾ പറഞ്ഞപ്പോൾ അപ്പോൾ വീണ്ടും പണിയായെന്ന് ജഗദീഷ്. വീട്ടേക്കെന്ന് പറഞ്ഞ അയാൾ പോകാൻ തുടങ്ങിയപ്പോൾ ജഗദീഷ് അയാളെ പിടിച്ചു നിർത്തുന്നു. ഒരു വഴിയുണ്ടെന്ന് ജഗദീഷ്. ദീപക്കും ഫ്രണ്ട് വൈഷ്ണവും ഉണ്ടല്ലോ, നിങ്ങൾക്ക് സ്റ്റാഫായിട്ട് പോയിക്കൂടെ എന്നെ ജഗദീഷ് പറയുന്നുണ്ട്. ഞാനോ എന്ന് ചോദിക്കുകയാണ് അയാൾ. അത് ബ്രോ കായൽ റാണി ഗ്രൂപ്പ് ഓഫ് അയാളുടെ മകനാണെന്നുള്ള കാര്യം അവർക്കറിയില്ല, പിന്നെന്താ പ്രശ്നം? അതുകൊണ്ട് എനിക്കെന്താ ഗുണമെന്ന് അയാൾ ചോദിക്കുന്നു. വേഷം മാറുന്നതിന് ഒരു ത്രില്ലില്ലേ? ഞാൻ എത്രയോ വേഷങ്ങൾ മാറിയിരിക്കുന്നു. നിങ്ങളുടെ സ്റ്റാഫുകളുടെ എക്സ്പീരിയൻസ് എന്താണെന്ന് അറിയാലോ. അത് കേട്ട് ഒന്ന് നോക്കാല്ലേ എന്ന് അവരും പറയുന്നുണ്ട്. ഒരു പ്രശ്നവുമില്ല, നല്ല ഡീസന്റ് ഫാമിലിയാണ്. ആ കൈയിങ് തന്നെ ഓക്കെ എന്ന് പറഞ്ഞ് ഈ കാര്യം പറഞ്ഞ് ഒപ്പിക്കുകയാണ് ഈ ജഗദീഷ്. ഈ സമയം കാഴ്ചകളൊക്കെ കണ്ട് രസിക്കുകയാണ് എല്ലാവരും. എന്നാൽ ബോട്ടിങ്ങിന് വേണ്ടി വെയിറ്റിങ്ങിലും. അവിടേക്ക് ബോട്ട് എത്തിയിരിക്കുന്നു. എല്ലാവരും സന്തോഷത്തോടെ നിൽക്കുന്നുണ്ട്. അയ്യേ, ഇതാണോ ഹൗസ് ബോട്ട് എന്ന് ശ്യാമ ചോദിക്കുന്നു. ഏതാടാ ഈ അഹങ്കാരി എന്ന് ആ പയ്യൻ ചോദിക്കുന്നുണ്ട്. ഈ പെണ്ണിന്റെ ബർത്ത്ഡേ ആ ബ്രോ ഈ ഹൗസ് ബോട്ടിൽ വെച്ച് ആഘോഷിക്കുന്നത് എന്ന് കൂട്ടുകാരനും പറയുന്നു. ഹൗസ് ബോട്ടിൽ വെച്ച് ആഘോഷിക്കുമെന്ന് പറഞ്ഞപ്പോൾ ഞാൻ ഒരുപാട് പ്രതീക്ഷിച്ചതാണെന്ന് ശ്യാമ പറയുന്നു. ഇതൊരുമാതിരി സർക്കാർ ബസ് വെള്ളത്തിൽ ഇറക്കിയിട്ടതുപോലെ എന്നൊക്കെ ശ്യാമ പരിഹാസത്തോടെ പറയുന്നുണ്ട്. എന്നാൽ ഇവർക്കിതൊന്നും പിടിക്കുന്നില്ല. എൻ്റെ അച്ഛനെ പറഞ്ഞാൽ ഞാൻ ക്ഷമിച്ചെന്നിരിക്കും, പക്ഷേ നമ്മുടെ ഹൗസ് ബോട്ടിനെ പറഞ്ഞാലുണ്ടല്ലോ. ഗോപാലകൃഷ്ണൻ വിഷ്ണുവിനോട് ചോദിക്കുന്നുണ്ട്, വേറെ ഹൗസ് ബോട്ടൊന്നും കിട്ടാനില്ലേ എന്ന്. എന്നാൽ വിഷ്ണു പറയുന്നു, സീസൺ അനുസരിച്ചാണ് അച്ഛാ, എല്ലാം ഇപ്പോൾ ബുക്കിങ്ങിലാണ്. ഇവിടുത്തെ ഹൗസ് ബോട്ട് കൂടുതലും കായൽ റാണി ഗ്രൂപ്പിൻ്റെയാണ്. ജഗദീപ് പറഞ്ഞുകൊണ്ട് അവരുടെ പേഴ്സണൽ ആവശ്യത്തിന് ഉപയോഗിക്കുന്ന ഒരു ബോട്ട് സംഘടിപ്പിച്ച് തന്നതാണ്. എടി, തൽക്കാലം ഇതുകൊണ്ടൊന്ന് സമാധാനിക്കടി എന്ന് ശാരദാമ്മ പറയുന്നുണ്ട് ശ്യാമയോട്. എന്നാൽ സ്വന്തം ബോട്ടിനെ കുറ്റം പറഞ്ഞത് ഇവർക്കത്ര പിടിച്ചിട്ടില്ല. അത്യാവശ്യം വലുതാണെന്ന് വിഷ്ണു പറയുന്നു. ഇതുവരെ ശ്യാമയുടെ മുഖം തെളിഞ്ഞിട്ടില്ല. എല്ലാവരോടും കയറാനായി പറയുന്നു. എന്നാൽ ശാരദാമ്മയ്ക്ക് അതിലോട്ട് കയറാൻ അത്രയ്ക്ക് പാടുണ്ട്. ഗോപാലകൃഷ്ണൻ കൈപിടിച്ച് ശാരദയെ അകത്തേക്ക് കയറ്റുന്നു. അങ്ങനെ ഓരോരുത്തരായിട്ട് കയറുന്നുണ്ട്. വിഷ്ണു ശാലിനിയെ പിടിച്ച് കയറ്റണോ എന്ന് ചോദിച്ചപ്പോൾ ശാലിനി വേണ്ടാന്ന് പറഞ്ഞ് തന്നെ കയറുന്നുണ്ട്. എന്നാൽ രാജീവ് തനിയെ കയറി അങ്ങോട്ട് പോയപ്പോൾ ശാരിക പറയുന്നു, ഒന്ന് പിടിക്ക് സാറേ എന്ന്. അങ്ങനെ എല്ലാവരും കയറി. എല്ലാവരും വലിയ സന്തോഷത്തിലാണ്. എന്നാൽ ശ്യാമ മാത്രം കയറിയില്ല. ഈ കയ്യിൽ പിടിച്ചോ എന്ന് ആ പയ്യൻ പറയുന്നുണ്ട്. അയ്യടാ, അങ്ങനെ ഇപ്പോൾ വേണ്ട എന്ന് പറഞ്ഞ് അച്ഛനെ വിളിക്കുകയാണ് ശ്യാമ. എന്നെ ഒന്ന് പിടിച്ച് കയറ്റച്ചാ എന്ന് ശ്യാമ പറഞ്ഞപ്പോൾ ഗോപാലകൃഷ്ണൻ പറയുന്നു, ഈ മോന്റെ കൈ പിടിച്ച് കയറിക്കോ മോളെ, ഇവരൊക്കെ ഇവിടെ നല്ല പരിചയമുള്ളവരല്ലേ. അങ്ങനെ ആ പയ്യൻ വീണ്ടും ശ്യാമയുടെ നേരെ കൈ നീട്ടുന്നു. എന്നാൽ ശ്യാമയ്ക്ക് ആ പയ്യനെ അത്രയ്ക്ക് ഇഷ്ടമായിട്ടില്ല. നിവർത്തിയില്ലാതെ ആ പയ്യന്റെ കൈ പിടിക്കുന്നു. ശ്യാമ വീഴാൻ പോയപ്പോൾ അയാളുടെ മുകളിലേക്ക് ചെന്ന് വീഴുന്നുണ്ട്. വിട എന്ന് ശ്യാമ. അച്ഛനോട് ഞാൻ പറഞ്ഞതല്ലേ അച്ഛൻ എന്നെ കൈപിടിച്ച് കയറ്റിയാൽ മതിയെന്ന്. പെണ്ണുങ്ങളുടെ ദേഹത്ത് തൊടാൻ അവസരം നോക്കി നടക്കാണ് ഓരോരുത്തന്മാര് എന്നെ ശ്യാമ പറഞ്ഞപ്പോൾ ആ പയ്യൻ പറയുന്നു, അയ്യോ ഞാനൊന്നും ചെയ്തില്ല സാറേ, ഈ കുട്ടി വീഴാൻ പോയപ്പോൾ പിടിച്ചതാ. എന്താ എന്ന് ചോദിച്ച് വിഷ്ണു അവിടേക്ക് എത്തി. ബോട്ടിൽ കയറാൻ പോയപ്പോൾ ശ്യാമയൊന്ന് വീഴാൻ പോയി, അപ്പോൾ അവനൊന്ന് പിടിച്ചു, അത്രയേ ഉള്ളെന്ന് ഗോപാലകൃഷ്ണൻ പറയുന്നു. ബോട്ട് വെള്ളമൊക്കെ ആവുമ്പോഴേ ഇതൊക്കെ പതിവല്ലേ. വിഷ്ണു അവിടേക്ക് വന്നിട്ട് ആ പയ്യന്റെ പേര് ചോദിക്കുന്നു. ദീപക് എന്ന് ആ പയ്യനും പറയുന്നുണ്ട്. കായൽ റാണി ഗ്രൂപ്പിന്റെ ഓണർ സാറിൻ്റെ അടുത്ത് പറഞ്ഞ് നിന്റെ പണി തെറിപ്പിക്കണോ എന്ന് വിഷ്ണു പറഞ്ഞപ്പോൾ ആ ദീപക് എന്ന് പയ്യൻ പറയുന്നുണ്ട്, വേണ്ട സാറേ, ഞാൻ മര്യാദയ്ക്ക് നിന്നോളാം. കുടുംബവും പ്രാരാബ്ദമൊക്കെ ഉള്ളതാണേ സാറേ, ഒരുപാട് വിളച്ചിലെടുക്കല്ലേ എന്നും വിഷ്ണു പറയുന്നു. എന്നാൽ ഇതിൻ്റെയൊക്കെ ഓണറാണെന്നുള്ള കാര്യം ഇവർക്കറിയില്ലല്ലോ. ബോട്ട് ജോലിക്കാരനായിരുന്നു അല്ലേ. വേഷവും മട്ടൊക്കെ കണ്ടപ്പോൾ ഞാൻ വിചാരിച്ചു കായൽ റാണിയുടെ മുതലാളിയുടെ മോനാണെന്ന് എന്നെ ശ്യാമ പറയുന്നു. ശ്യാമയെ വിഷ്ണു പറഞ്ഞു വിടുന്നു. അങ്ങനെ ആ പയ്യൻ വന്ന് ബോട്ട് എടുക്കുന്നു. എല്ലാവരും വീണ്ടും ഹാപ്പിയായി. ഈ സമയം ദീപക് കൂട്ടുകാരനോട് പറയുന്നുണ്ട്, ഡാ അവള് പറഞ്ഞത് നീ കേട്ടോ, ബോട്ട് ജോലിക്കാരനാണെന്ന്. സാരമില്ലടാ, നമുക്ക് പണി കൊടുക്കാന്ന് മറ്റവൻ പറയുന്നുണ്ട്. കൂട്ടുകാരൻ പറയുന്നുണ്ട്. അതിനിടയിൽ വിഷ്ണു ശ്യാമയോട് പതിയെ പറയുന്നുണ്ട്, ചേച്ചി ഇങ്ങോട്ടൊന്ന് വിളിക്കാൻ.
അങ്ങനെ ശ്യാമ ശാലിനിയോട് പറയുന്നു, കുഞ്ഞേച്ചി ചേച്ചി ഇവിടെ ഇരിക്കും, ഞാൻ അവിടെ ഇരിക്കാം. അങ്ങനെ ശാലിനിയെ വിഷ്ണുവിൻ്റെ അടുത്തായിട്ട് തന്നെ ഇരുത്തുന്നു. ഞാൻ പറഞ്ഞതല്ല എന്ന് എല്ലാവരോടും വിഷ്ണു പറയുന്നുണ്ട്. എനിക്ക് മനസ്സിലായെന്ന് ശാലിനി. എല്ലാവരും വിഷ്ണുവിനെ കളിയാക്കുന്നുണ്ട്. ബോട്ടൊക്കെ നന്നായിട്ട് അലങ്കരിച്ചിട്ടുണ്ടല്ലോ, ആ പയ്യനും കൂട്ടുകാരനും നന്നായി മെനക്കെട്ടിട്ടുണ്ട് എന്നൊക്കെ ശാരദാമ്മ വെറുതെ വഴക്കിടണ്ടായിരുന്നു എന്നും പറയുന്നു. ഇവക്ക് എപ്പോഴും ഉള്ളതാ വെറുതെ മെക്കിട്ട് കയറുന്ന സ്വഭാവം എന്ന് ശാരിക പറഞ്ഞപ്പോൾ അതിനിപ്പോൾ എന്താ, ഒന്നും സംഭവിച്ചില്ലല്ലോ എന്ന് വിഷ്ണു. ആ വിഷയം വിട്ടേക്ക്, നമ്മൾ ആഘോഷിക്കാനല്ലേ ഒത്തുകൂടിയിരിക്കുന്നത് എന്ന് ശാലിനി പറയുന്നു. എന്നാൽ ശ്യാമയ്ക്ക് എങ്ങനെയും പണി കൊടുക്കുമെന്ന മട്ടിൽ ദീപക് നിൽക്കുന്നുണ്ട്. എനിക്ക് അവളെ അങ്ങ് ഇഷ്ടപ്പെട്ടിടാ, നമുക്ക് അവിസ്മരണീയമായി അവൾക്കൊരു ബർത്ത്ഡേ ഗിഫ്റ്റ് കൊടുത്താലോ എന്ന് ആ പയ്യൻ കൂട്ടുകാരനോട് പറയുന്നുണ്ട്. കേക്ക് കട്ട് ചെയ്യാൻ ഒരുങ്ങുകയാണ് ശ്യാമ. എല്ലാവരും സന്തോഷത്തോടെ നിൽക്കുന്നു. ശ്യാമക്കുട്ടിയുടെ 22ാം പിറന്നാള് നമ്മൾ അവിസ്മരണീയമാക്കാൻ പോവുകയാണ് എന്ന് ഗോപാലകൃഷ്ണൻ പറഞ്ഞപ്പോൾ എല്ലാവരും സന്തോഷത്തോടെ കൈയൊടിക്കുന്നു. ഐശ്വര്യമായി കട്ട് ചെയ്യാനും അച്ഛൻ പറയുന്നുണ്ട്. അങ്ങനെ ശ്യാമ കേക്ക് കട്ട് ചെയ്യുന്നു. എല്ലാവരും ശ്യാമയെ വിഷ് ചെയ്യുകയാണ്. ആദ്യം അമ്മയ്ക്ക് കേക്ക് നീട്ടിയപ്പോൾ അച്ഛന് കൊടുക്കാൻ അമ്മ പറയുന്നുണ്ട്. എന്നാൽ അച്ഛന് കൊടുത്തപ്പോൾ അമ്മയ്ക്ക് കൊടുക്കുന്ന അച്ഛൻ. അല്ല, അങ്ങനെ പറഞ്ഞാൽ ശരിയാവില്ല. അച്ഛൻ നമ്മളോടൊപ്പം ആദ്യമായിട്ടാണ് ഇത് ഒരു ബർത്ത്ഡേ ആഘോഷിക്കുന്നതെന്നൊക്കെ രാജീവ് പറയുന്നുണ്ട്. അങ്ങനെ വളരെ നിർബന്ധിച്ച് അച്ഛന് കൊടുക്കുകയാണ് ശ്യാമ. എന്നാൽ ശ്യാമയുടെ വായിൽ തന്നെ അച്ഛൻ ആദ്യമായി വെച്ച് കൊടുക്കുന്നു. പിന്നെ അമ്മയ്ക്കും കൊടുക്കുന്നുണ്ട്. അമ്മയും ശ്യാമയ്ക്കും കൊടുക്കുന്നു. എന്നാൽ രാജീവ് പറയുന്നു, എടി മോളെ, ഇവിടെ സ്ഥാനം കൊണ്ട് ഞാനാ നിന്റെ മൂത്ത ആള്, പിന്നെ സ്ഥാനം കൊണ്ട് നിന്റെ സാറും. എന്നാൽ സാറ് തന്നെ ഇത് വെച്ചോ എന്ന് പറഞ്ഞ് രാജീവിൻ്റെ വായിൽ എല്ലാം കൂടി കുത്തി കയറ്റുകയാണ് ശ്യാമ. എല്ലാവരും ഇത് കണ്ട് ചിരിക്കുന്നു. ദേ നിൽക്കുന്നു ക്രിസ്മസ് പപ്പ എന്നൊക്കെ വിഷ്ണു പറഞ്ഞ് കളിയാക്കി ചിരിക്കുന്നു. ശാരിക, ഇത് നിന്റെ ഭർത്താവിൻ്റെ അഭിമാന പ്രശ്നമാണ്, വിടർന്നവളെ പിടിയെന്ന് രാജീവ് ശാരികയോട് പറയുന്നു. അത് ശരിയാണല്ലോ, ദേശാലിനെ പിടിച്ചോ. ബർത്ത്ഡേക്കാരിക്ക് നമ്മുടെ നാട്ടിൽ കുറച്ച് ആചാര മര്യാദകളൊക്കെ ഉണ്ട് എന്ന് പറഞ്ഞ് കുറച്ച് കേക്കെടുത്ത് ശ്യാമയുടെ മുഖത്ത് രണ്ടുപേരും കൂടി തേച്ച് കൊടുക്കുന്നു. ഇതൊക്കെ കണ്ട് ആ പയ്യന്മാർ പറയുന്നുണ്ട്, ഇവളൊരു അനിയത്തി പ്രാവാണല്ലോ എന്ന്. അങ്ങനെ അതൊക്കെ കഴിഞ്ഞു. എല്ലാവരും സന്തോഷത്തോടെ സംസാരിച്ചു കൊണ്ടിരിക്കുന്നു. ശ്യാമയ്ക്കാണെങ്കിൽ നല്ല ബോറടിക്കുന്നുണ്ട്. ഇതെന്തൊരു തല്ലിപ്പൊളി ബോട്ടാണ്, ഒരു പാട്ടിടാനുള്ള സൗകര്യം പോലും ഇല്ലേ എന്ന് ശ്യാമ പറഞ്ഞപ്പോൾ അവരോട് പറഞ്ഞാൽ മതി, ഇട്ടുതരുമെന്ന് ശാലിനി. എടാ മോനെ, ഒരു പാട്ടിടാ എന്ന് വിഷ്ണു പറയുന്നു. ഇട്ടുതരാമെന്ന് പയ്യന്മാരും പറയുന്നുണ്ട്. അങ്ങനെ അവർ പാട്ടിടുകയും ഒപ്പത്തിന് ഇവർ ഡാൻസ് ചെയ്യുകയും ചെയ്യുന്നു. ശാലിനിയും ശാരികയും ശ്യാമയും കൂടി ഡാൻസ് ചെയ്യുന്നു. എല്ലാവരും കൈയടിക്കുന്നുണ്ട് സന്തോഷത്തോടെ. അതിനിടയ്ക്ക് വിഷ്ണു അവിടെ കിടന്ന് തുള്ളി കളിക്കുന്നു. പിന്നെ കാഴ്ചകളൊക്കെ കണ്ട് സന്തോഷത്തോടെ ഇരിക്കുകയാണ് എല്ലാവരും. പിന്നെ ശാരികയും രാജീവ് സാറും ഇങ്ങനെ ഒരുമിച്ചിരിക്കുന്നത് കണ്ടിട്ട് ശാലിനി വിഷ്ണുവിനോട് പറയുന്നു, ദൈവത്തിന് നന്ദി, ഈ ദിവസം ഇത്രയും സുന്ദരമാക്കിയതിന്. വിഷ്ണുവേട്ടൻ അറിയോ ഇന്ന് ഞങ്ങളുടെ ഏറ്റവും മനോഹരമായ കാഴ്ച എന്താണെന്ന്? അതാണ് എന്ന് പറഞ്ഞ് അങ്ങോട്ടേക്ക് ചൂണ്ടിക്കാണിക്കുകയാണ് ശാലിനി. ഇനി ഒരിക്കലും ഇങ്ങനെ ഒരു കാഴ്ച കാണാൻ കഴിയുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചതേ അല്ലായിരുന്നു എന്നും ശാലിനി പറയുന്നു. ആ സമയം ശ്യാമ വിഷ്ണുവിൻ്റെയും ശാലിനിയുടെയും അടുത്തേക്ക് വന്നു. ഫോട്ടോസ് എടുക്കാൻ കൂടുന്നോ? കുറച്ച് ഫോട്ടോസ് എടുത്താൽ നമുക്ക് സോഷ്യൽ മീഡിയയിൽ ചാമ്പാം എന്ന് ശ്യാമ പറഞ്ഞപ്പോൾ, അയ്യോ നമ്മൾ ഉപദ്രവിക്കല്ലേ, ദേ ഇവിടെ നിന്നോളൂ എന്ന് പറഞ്ഞ് ശാലിനിയും കൂടി വിഷ്ണു അകത്തേക്ക് കയറി. ശ്യാമയാണെങ്കിൽ ആകെ ബോറടിച്ചിരിക്കുന്നു. ശ്യാമ ഇങ്ങേയറ്റത്ത് നിൽക്കുമ്പോൾ അങ്ങേയറ്റത്ത് നിന്ന് ആ പയ്യൻ നോക്കുന്നത് ശ്യാമ കാണുന്നു. അയാളാണെങ്കിൽ ശ്യാമയെ നോക്കി പുഞ്ചിരിക്കുന്നുണ്ട്. ഇടയ്ക്ക് ശ്യാമ സെൽഫിയൊക്കെ എടുക്കുന്നു. ശാരികയും രാജീവും കൂടി ശ്യാമയുടെ അടുത്തേക്ക് വന്നു. കുറച്ച് ഫോട്ടോ എടുക്കാം, നമുക്ക് സോഷ്യൽ മീഡിയയിൽ പോസ്റ്റാമെന്നൊക്കെ ശ്യാമ അവരോട് പറയുന്നുണ്ട്. ഈ കാര്യത്തിന് ഞങ്ങളില്ല, കുറച്ചു നേരം ഈ കാറ്റുകൊണ്ട് ഇങ്ങനെ നിൽക്കട്ടെ അല്ലേ സാറേ എന്നെ ശാരിക പറഞ്ഞപ്പോൾ, മൊത്തം കപ്പിൾസ് ആണല്ലോ, നമ്മൾ വല്ല സെൽഫി എടുത്തോളാം എന്ന് പറഞ്ഞ് ശ്യാമ പോകാൻ തുടങ്ങുന്നു. അങ്ങനെയൊക്കെ പറഞ്ഞ് ശാരിക വീണ്ടും അകത്തേക്ക് കയറി. ഈ ശാരികയെ തന്നെ നോട്ടമിട്ട് വെച്ചിരിക്കുകയാണ് ആ പയ്യൻ. പിന്നെ കല്യാണത്തിനെ കുറിച്ച് രാജീവും ശാരികയും തമ്മിൽ സംസാരിക്കുന്നു. എന്നാലും ഒരു കൂട്ടുള്ളത് നല്ലതാണെന്ന് രാജീവിൻ്റെ സംസാരത്തിൽ നിന്നും ശാരികയ്ക്ക് മനസ്സിലാകുന്നു. ഇനി ഞാൻ കണ്ടതിൽ ഏറ്റവും മനോഹരമായ കാഴ്ച എന്താണെന്ന് തനിക്കറിയോ? നോക്കൂ എന്ന് പറഞ്ഞ് ശാരദാമ്മയും ഗോപാലകൃഷ്ണനെയും കാണിച്ചു കൊടുക്കുകയാണ് രാജീവ് സാറ്. ഇന്ന് അവരനുഭവിക്കുന്ന മനസ്സമാധാനവും ശാന്തിയും ലോകത്ത് മറ്റാർക്കും കിട്ടിക്കാണില്ല. ഇനി ഒരിക്കലും തിരിച്ചു കിട്ടാൻ കഴിയാത്തവരും നഷ്ടപ്പെട്ടുവെന്ന് കരുതിയ സ്നേഹം തിരികെ കിട്ടുന്നതിനേക്കാൾ വലിയ ഭാഗ്യം വേറെയില്ല. ഈ കൈവെള്ളിയിൽ നിന്ന് ചോർന്നു പോയ ദാഹജലം തനിയെ വന്ന് നിറയുന്നു എന്നതുപോലെ തന്നെയാണത്. കരയുമ്പോൾ ഒന്ന് ആശ്വസിപ്പിക്കാൻ, സന്തോഷം പങ്കുവയ്ക്കാൻ, തഴയപ്പെടുന്ന ഇടങ്ങളിൽ തുണയായി നിൽക്കാനുള്ള കൂട്ടുകാരനോ കൂട്ടുകാരിയോ, അങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ രാജീവ് പറയുന്നുണ്ട് ശാരികയോട്. കഴിഞ്ഞില്ലേ നിങ്ങളുടെ കിന്നാരം എന്ന് ശ്യാമ അവരോട് ചോദിക്കുന്നു. ഒന്ന് പോയേ എന്ന് പറഞ്ഞ് രണ്ടുപേരും വീണ്ടും പഴയ സ്ഥലത്ത് വന്ന് ഇരുന്നു. എന്നാൽ ശാരദാമ്മ ഗോപാലകൃഷ്ണനോട് പറയുന്നു, ഗോപാലേട്ടാ, എനിക്കെന്തോ നല്ല ഭയം തോന്നുന്നത് പോലെ, ഇത്രയും സ്നേഹവും സമാധാനവും സന്തോഷവും എൻ്റെ ജീവിതത്തിൽ വിധിച്ചിട്ടില്ല എന്ന് പോലെ എന്നും ഗോപാലകൃഷ്ണൻ പറയുന്നുണ്ട്. ഈ സമയം ഇടയ്ക്കിടയ്ക്ക് ആ പയ്യൻ ശ്യാമയെ നോക്കുന്നുണ്ട്. ഞാൻ ഈ കാണുന്നതൊക്കെ സ്വപ്നമാണോ അതോ മറ്റാരുടെയെങ്കിലും സ്വപ്നത്തിൽ ഞാൻ ജീവിക്കുകയാണോ എന്നൊക്കെ ശാരദാമ്മ ഗോപാലകൃഷ്ണനോട് പറയുന്നു.
തൊട്ടു മുന്നിൽ ഒരു ആപത്ത് വന്ന് നിൽക്കുന്നത് പോലെ ഹൃദയം പറയുന്നത് പോലെ. എന്നാൽ പെട്ടെന്ന് തന്നെ അവിടെ ഒരു വലിയ അപകടം സംഭവിക്കുന്നു. ശ്യാമ വെള്ളത്തിലേക്ക്